ൾക്ക് വെല്ലുവിളിയുമായി രാഷ്ട്രീയ മുന്നേറ്റത്തിന് തയ്യാറെടുത്ത് പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമാക്കിയാണ് സംസ്ഥാനത്തെ ദളിത് സംഘടനകൾ ഒന്നിക്കുന്നത്. മെയ് 3-ന് കോട്ടയത്ത് ചേരുന്ന സംഘടനകളുടെ സംയുക്ത യോഗത്തിന് ശേഷം രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുമെന്ന് SC/ST സംയുക്ത സമിതി ചെയർമാൻ L. രമേശ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അധികാരത്തിൽ തുല്യ പങ്കാളിത്തമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ 72 ദളിത് സംഘടനകൾ സംയുക്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് തയ്യാറെടുക്കുന്നത്. ഒരു മുന്നണിയോടും പ്രത്യേക താൽപര്യമില്ലെന്നും അധികാര പദവികൾ തന്നെയാണ് ലക്ഷ്യമെന്നും SC/ST സംയുക്ത സമിതി ചെയർമാൻ L. രമേശ്. കേരളത്തിൽ ഞങ്ങൾ 50 ലക്ഷത്തിന് മുകളിൽ ആളുകളുണ്ട്. കേരളത്തിൽ ഈ ആളുകൾക്കാണ് ഈ നീതി ലഭിക്കാത്തത്. ഞങ്ങളൊരു നിർണായക ശക്തിയാണ് കേരളത്തിൽ. അപ്പോൾ ആ ശക്തിയെയും കൂട്ടായ്മയും ഒരുമിച്ച് കൊണ്ടുവന്നതിനുള്ള വലിയ പോരാട്ടമാണ് ഞങ്ങളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 200 ജില്ലയിലും കോർപ്പറേഷനുണ്ട്. സംവരണം പോലെ പട്ടികജാതി വികസന കോർപ്പറേഷൻ മാത്രം ഒരെണ്ണം കൊടുക്കും. വേറെ ഒരു കോർപ്പറേഷനിലും ഈ ഭാഗത്ത് പരിഗണിക്കില്ല. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും അദ്ദേഹം പരോക്ഷ വിമർശനം ഉന്നയിച്ചു. ദളിത് കോൺക്ലേവ് നടത്തിയത് കൊണ്ട് മാത്രമായില്ലെന്നും പാർട്ടി പുനഃസംഘടനയിലും ദളിത് വിഭാഗങ്ങൾക്ക് അർഹമായ പരിഗണന നൽകാൻ നേതൃത്വം തയ്യാറാകണമെന്നും വിമർശനം. കോൺക്ലേവ് സംഘടിപ്പിച്ച ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നിര ഒന്ന് പരിശോധിക്കാം. ഒരു ബ്ലോക്ക് പ്രസിഡന്റ് പോലും 282 ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചപ്പോൾ ഒരു പട്ടികജാതിക്കാരനെ പോലും പരിഗണിച്ചില്ല. ജില്ലാതലത്തിലോ സ്റ്റേറ്റ് തലത്തിലോ ഈ പട്ടികജാതി വിഭാഗത്തെ പരിഗണിക്കുന്ന കാര്യം ചുരുക്കമാണ്. സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 15% വരുന്ന ദളിത് വിഭാഗങ്ങൾ പാർട്ടി രൂപീകരണത്തിന്റെ പേരിൽ കൈകോർത്താൽ മുന്നണികൾക്ക് ചങ്കിടിപ്പുണ്ടാക്കുന്ന സമ്മർദ്ദശക്തിയായി അത് മാറുമെന്നാണ് സമിതിയുടെ പ്രതീക്ഷ. വരുന്ന 27-ന് തൃശൂരിലും മെയ് 3-ന് കോട്ടയത്തും ചേരുന്ന സംയുക്ത സമ്മേളനങ്ങൾക്ക് പിന്നാലെ പാർട്ടി പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.